ഇതിനിടെയാണ് നാസർ ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് കരാറിനൊക്കെ തുരങ്കം വെക്കുന്നത് ഹമാസ് ആണ് എന്ന തരത്തിൽ അമേരിക്ക ആരോപിച്ചിരിക്കുന്നത്. അത് വരും ചർച്ചകൾക്ക് അത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിരിക്കും, വെല്ലുവിളി ഉണ്ടാക്കുന്നതായിരിക്കും? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം നേരത്തെ മുതൽ അമേരിക്ക കൈക്കൊണ്ടുവരുന്ന ഒരു നിലപാടാണ്. കാരണം ഏത് ചർച്ചകൾ, ഏത് വെടിനിർത്തൽ ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇടപെട്ട് അതിനെ മുടക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് പിന്നിട്ട മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഏതാണ്ട് ഇപ്പോൾ 22 മാസം പിന്നിട്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ്. ഇസ്രായേൽ നേരത്തെ തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതാണ് എന്ന് തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഫലത്തിൽ നടന്നത് ഇപ്പം ഹമാസിൻ്റെയും മറ്റ് പലസ്തീൻ വിഭാഗങ്ങളുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കാരണം തങ്ങളെ അന്യായമായിട്ടുള്ളൊരു കുറ്റപ്പെടുത്തലാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധവിരാമം എന്നതിന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ദികളെ 20-ലധികം വരുന്ന ബന്ദികളെ കൈമാറാൻ തങ്ങൾ ഒരുക്കമാണ്. അതോടൊപ്പം തന്നെ ഗസയിലേക്ക് പൂർണ്ണമായ തോതിലുള്ള സഹായ വസ്തുക്കൾ എത്തിക്കാൻ ഇസ്രായേൽ തയ്യാറാവുകയാണെങ്കിൽ തുടർ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെയും മറച്ചു പിടിച്ചുകൊണ്ട് ഈ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസിനാണ്. ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിക്കാതെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ എളുപ്പമല്ല എന്നൊരു പ്രതികരണമാണ് അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള അതേ നിലപാടിൽ അമേരിക്ക തുടരുമ്പോൾ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്കയുടേതായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന ആ പ്രതീക്ഷ കൂടിയാണ് തകരുന്നത്. ഖത്തറും ഈജിപ്തും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ പോലും പരാജയപ്പെട്ടത് ഒരുപക്ഷേ ഈ അമേരിക്ക എടുത്തിരിക്കുന്ന വളരെ ഏകപക്ഷീയമായിട്ടുള്ള ഈ നിലപാടാണ്. ഈ നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ അമേരിക്ക തയ്യാറല്ല എന്നതിൻ്റെ സൂചന കൂടിയാണ് അല്പം മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തികച്ചും ഏകപക്ഷീയ സ്വഭാവത്തിലുള്ള ഈ പ്രസ്താവനയും. ദിവ്യ, യെസ്, ഭക്ഷണത്തിന് വരി നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്ന ക്രൂരതയ്ക്കെതിരെ, ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ വലിയ പ്രതിഷേധം വിവിധയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. എന്തിന് ടെല്ലവീവിൽ ഉൾപ്പെടെ വലിയ റാലിയും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നു. പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന തരത്തിലുള്ള ക്രൂരമായ നിലപാട് തന്നെയാണ് നെതന്യാഹു തുടർന്നു വരുന്നത്. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളും രംഗത്തെത്തുന്നതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് MCN നാസർ നൽകിയത്.